നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസ് മൂന്നാം മുറ അവസാനിപ്പിക്കണമെന്നും ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നുമുള്ള സർക്കാരിന്റെ ഉത്തരവിനെതിരെ ചിലർ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇത് വച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ KAP 4-ാം ബറ്റാലിയനിൽ ഫ്ളാഗിംഗ് ഔട്ട് പരേഡ് പരിശീലനം പൂർത്തിയാക്കിയത് 283 പേർ. ശ്രീനാരായണ ഗുരു ഇല്ലാതാക്കിയ അന്ധത്വം തിരിച്ചു കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടവർ അന്ധകാര ശക്തികളുടെ സഖ്യകക്ഷികളാകുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു ശ്രമിച്ചത് കീഴ്ത്തട്ടിലുള്ളവരെ രക്ഷിച്ചെടുക്കാനാണെന്നും എന്നാൽ ഈ ശക്തികൾ ശ്രമിക്കുന്നത് അവരെ അതേ ദുരന്തത്തിലേക്ക് തള്ളിയിടാനെന്നും പിണറായി വിജയൻ. കണ്ണൂരിൽ സമാധാന ചർച്ചയ്ക്കായി RSSന്റെ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ എന്നും സമാധാന ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ RSSനോട് നിർദ്ദേശിക്കട്ടെ എന്നും കോടിയേരി ബാലകൃഷ്ണൻ. ജില്ലയിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളും പൂർണ്ണമായി തടയാൻ പോലീസിനാകില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അക്രമം നടത്തിയാൽ ആരായാലും രാഷ്ട്രീയവും സ്ഥാനമാനങ്ങളും നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും DGP. വാർത്തകൾ വിശദമായി. പോലീസ് മൂന്നാം മുറ അവസാനിപ്പിക്കണമെന്നും ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നുമുള്ള സർക്കാരിന്റെ ഉത്തരവിനെതിരെ ചിലർ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് വച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിൽ നടന്ന പരേഡിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷണിയുമാണ് പോലീസിന്റെ മുഖമുദ്ര എന്ന ധാരണക്ക് മാറ്റം വന്നിരിക്കുകയാണ്. ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും മൂന്നാം മുറ അവസാനിപ്പിക്കണമെന്നും സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ അതിന് വിരുദ്ധമായ ചില പ്രവണതകൾ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇത് ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കരുത്. പോലീസ് സേനയുടെ വലിപ്പം ഇനിയും കൂട്ടേണ്ടതുണ്ട്. നിലവിൽ വനിതാ പ്രാതിനിധ്യം 6% മാത്രമാണ്. സേനയിലെ വനിതാ പ്രാതിനിധ്യം പടിപടിയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം വരുന്നതോടെ പോലീസിന്റെ മികവ് വർദ്ധിക്കും. കുട്ടികളെയും യുവാക്കളെയും പ്രലോഭിപ്പിച്ച് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് നേരിടുവാനുള്ള ശരിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുട്ടികളെയും യുവാക്കളെയും പ്രലോഭിപ്പിച്ച് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് നേരിടാനുള്ള പദ്ധതികൾ ശരിയായ രീതിയിൽ തന്നെ കൊണ്ടുവരും. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. DGP ലോക്നാഥ് ബെഹ്റ, KK രാഗേഷ് MP, നിതിൻ അഗർവാൾ, KV സുമേഷ്, ജെയിംസ് മാത്യു MLA, P ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിൽ പരേഡ് ഗ്രൗണ്ടിൽ നിന്നും പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് കേരള പോലീസ് സേനയുടെ ഭാഗമായി മാറിയത് ഇക്കുറി 283 പേർ. BTech, MBA, B.Ed ഉൾപ്പെടെ മികച്ച വിദ്യാഭ്യാസമുള്ളവരും അഭിമാനമുയർത്തി സുരക്ഷാ സേനയ്ക്കൊപ്പം അണിചേർന്നു. 2015 ഡിസംബറിലാണ് ഇവരുടെ പരിശീലനത്തിന് ആരംഭമായത്. KAP 4-ാം ബറ്റാലിയനിലെ 223 പോലീസുകാരും മലബാർ സ്പെഷ്യൽ പോലീസിലെ 60 പേരും ഉൾപ്പെടെ 283 പേരാണ് ഇക്കുറി പോലീസ് സേനയുടെ ഭാഗമായത്. ഇതിൽ 5 പേർ BTechകാരും 8 പേർ B.Edകാരും 4 പേർ MBAക്കാരുമാണ്. 14 പേർക്ക് ബിരുദാനന്തര ബിരുദമുണ്ട്. 107 ബിരുദധാരികൾ, 53 ടെക്നിക്കൽ യോഗ്യതയുള്ളവർ, 89 +2 SLCക്കാർ, ഒരു TTC യോഗ്യതയുള്ളയാളും ഇക്കുറി പോലീസ് സേനയിലെത്തി. ബെസ്റ്റ് ഷൂട്ടറായി KAPയിലെ
അജേഷിനെയും ബെസ്റ്റ് ഇൻഡോറായി ബാബിഷിനെയും ഔട്ട്ഡോറായി അഗസ്റ്റിൻ പി ആന്റണിയെയും തെരഞ്ഞെടുത്തു. MSPയിലെ ബെസ്റ്റ് ഷൂട്ടറായി ഷിബിനെയും ബെസ്റ്റ് ഇൻഡോറായി ടി അയൂബിനെയും ഔട്ട്ഡോറായി TV വിജേഷിനെയും തെരഞ്ഞെടുത്തു. ഇവർക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകി. പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങുകൾ വീക്ഷിക്കാൻ എത്തിയതും. സീൽ ന്യൂസ്, ധർമ്മശാല. ശ്രീനാരായണ ഗുരു ഇല്ലാതാക്കിയ അന്ധത്വം തിരിച്ചു കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെ ചെറുക്കേണ്ടവർ അന്ധകാര ശക്തികളുടെ സഖ്യകക്ഷികളാവുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരു ഇല്ലാതാക്കിയ അന്ധത്വം തിരിച്ചു കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നു. ഇതിനെ ചെറുക്കേണ്ടവർ അന്ധകാര ശക്തികളുടെ സഖ്യകക്ഷികളാവുകയാണ്. അവർ കീഴ്ജാതിയിലുള്ളവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു. ഗുരു ശ്രമിച്ചത് കീഴ്ത്തട്ടിലുള്ളവരെ രക്ഷിച്ചെടുക്കാനാണ്. എന്നാൽ ഈ ശക്തികൾ ശ്രമിക്കുന്നത് അവരെ അതേ ദുരന്തത്തിലേക്ക് തള്ളിയിടാനാണ്. ഒന്ന് ജാതിയില്ല എന്നതാണ്. രണ്ടാമത്തത് അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല എന്നതാണ്. ചില പ്രത്യേക പ്രസ്ഥാനക്കാർ ഗുരുവിന്റെ ജാതിയില്ല എന്ന പ്രസ്താവനയെ തങ്ങളുടെ സങ്കുചിത മതലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. പിന്നോക്ക ജാതിക്കാർക്ക് കൂടി വോട്ടുണ്ട് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ കൂടി തങ്ങളുടെ ഭാഗമാക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഗുരുചിന്തനവും ദർശനവും ആധുനിക കാലത്ത് രണ്ട് തരം വെല്ലുവിളികൾ നേരിടുന്നു. ഗുരുവിന്റെ ശിഷ്യരെന്ന് ചമയുന്നവർ ഗുരുവിന്റെ ദർശനങ്ങളെ ഇടുക്കിയ തലത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇരുട്ടിന്റെ ശക്തികൾ ചിലരെ പ്രീണിപ്പിച്ചു നിർത്താനും ശ്രമിക്കുന്നു. നമുക്ക് ജാതിയില്ല എന്ന് ഗുരു പറഞ്ഞു. ഗുരുവിന്റെ ശിഷ്യരെന്ന് പറയുന്നവർ ജാതി പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഗുരുവിന്റെ ശിഷ്യരെന്ന് നടിക്കുന്നവരിൽ ഒരു വിഭാഗം തന്നെ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ തത്വങ്ങളെയും ഇടുങ്ങിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഏതു തരത്തിലുള്ള മനുഷ്യത്വമില്ലായ്മയ്ക്കും ജാതി വേർതിരിവിനും ജീർണതക്കും എതിരെയായിരുന്നോ ഗുരു പോരാടിയിരുന്നത്, അതേ ഇരുട്ടിന്റെ ശക്തികൾ ഗുരുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ജനതയെ പ്രീണിപ്പിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അടുത്ത കാര്യം. ചില പ്രത്യേക പ്രസ്ഥാനക്കാർ ഗുരുദർശനത്തെ സങ്കുചിത മതജാതി ലക്ഷ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. മനസ്സുകളിൽ ജാതിയുടെ മതാന്ധതയുടെ കാലുഷ്യം കലർത്താൻ ശ്രമിക്കുന്നു. ഗുരുവിന്റെ പേര് പറഞ്ഞ് കാലുഷ്യം കലർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഗുരുനിന്ദ. ജാതി അഭിമാനത്തെ ശക്തിപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ഗുരുവിൽ നിന്നും ശിഷ്യരിലേക്കുള്ള ദൂരം എല്ലാവരും വിലയിരുത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കലക്ടർ മീർ മുഹമ്മദ് അലി കലണ്ടർ വിതരണം ചെയ്തു. MP-മാരായ PK ശ്രീമതി, KK രാഗേഷ്, മേയർ EP ലത, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ AK നമ്പ്യാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ, P സത്യബാലൻ, P അപ്പുക്കുട്ടൻ, AK ചന്ദ്രൻ, KM ഭരതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രദർശനത്തിൽ ഫോട്ടോകൾ എടുത്തവർക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകി. വിവിധ മത്സര വിജയികൾക്കും ഉപഹാരം നൽകി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലൈബ്രറി കൗൺസിൽ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ സമാധാന ചർച്ചയ്ക്കായി RSSന്റെ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ എന്നും സമാധാന ചർച്ചയ്ക്കായി ഒരുക്കമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂത്തുപറമ്പിൽ പ്രതികരിച്ചു. അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ RSSനോട് നിർദ്ദേശിക്കട്ടെ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPMനെതിരായ തുടർച്ചയായ ആക്രമണവും വെല്ലുവിളിയും നടത്തുന്ന RSSന്റെ സമീപനം അത് തിരുത്തിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണം. പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് കേരളത്തിലെ RSSകാർ ഉപദേശിക്കണം ഇത്തരം സംഭവങ്ങളിൽ പിന്തിരിയാൻ. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കാൻ CPIM ആരുമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ RSS നേതൃത്വം ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ഇതാണ് അല്ല, രാജഗോപാലൻ ഒരു RSSന്റെ ആളായിട്ട് ആരും കാണുന്നില്ല. രാജഗോപാലൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മുഖവിലേക്ക് എടുത്തുകൂടാ. RSSന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിക്കട്ടെ, മുഖ്യമന്ത്രിയെ സമീപിച്ച് സംസാരിക്കട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനുള്ള സംവിധാനം സ്വാഭാവികമായിട്ടുണ്ടാക്കും. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില മുൻകൈ എടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ കേന്ദ്രമന്ത്രി അനന്ത്കുമാർ, അദ്ദേഹം ഒരു RSSകാരൻ കൂടിയാണ്, അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഞങ്ങൾ ഇതിനു വേണ്ടി മുൻകൈ എടുക്കാം. നിങ്ങളുടെ പാർട്ടിയുടെ RSSൻ്റെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ നിയോഗിക്കൂ, അവർ വരട്ടെ, ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാം.
പക്ഷെ ഒരാളും വന്നില്ല. അതിനുശേഷം രാജ്നാഥ് സിംഗ്, പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ച സന്ദർഭത്തിൽ മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗിനോട് പറഞ്ഞതാണ്, നിങ്ങൾ ആരെങ്കിലും നിയോഗിക്കൂ, ആരെങ്കിലും മുഖ്യമന്ത്രി എന്നുള്ളതിൽ എന്നെ കാണട്ടെ, ഞാൻ അതിൻ്റെ സംവിധാനം ഉണ്ടാക്കാം. പിന്നെ യാതൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി പുറത്തിങ്ങനെ പ്രചരിപ്പിക്കുക, പ്രായോഗികമായി അതിന് സന്നദ്ധമില്ലാത്ത നിലപാടാണ് RSS സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇലക്ഷന് മുമ്പ് മോഹൻ ഭാഗവത് എറണാകുളത്ത് വന്നു. അദ്ദേഹം കുറച്ച് ബുദ്ധിജീവികളെ വിളിച്ച യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. അതിനെ പരസ്യമായി അനുകൂലിച്ചുകൊണ്ട് CPM പ്രതികരിച്ചില്ലേ? ഞങ്ങൾ RSSുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനാണ് ആദ്യം പ്രതികരിച്ചത്. ജില്ലയിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളും പൂർണ്ണമായും തടയാൻ പോലീസിന് ആകില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അക്രമം നടത്തിയാൽ ആരായാലും രാഷ്ട്രീയവും സ്ഥാനമാനങ്ങളും നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയനിൽ പാസിംഗ് ഔട്ട് പരേഡിൽ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് 100% എല്ലാ കാര്യങ്ങളും പോലീസിന് ചെയ്യാൻ കഴിയും. പക്ഷേ 100% എല്ലാ കേസുകളും തെളിയാൻ പറ്റുമോ? ഇല്ല. ഓരോ കള്ളുവാനതൊക്കെ നടത്തി പോലീസ് അവിടെ പോയി, പോലീസ് ആ ഏരിയ കവർ ചെയ്തു. പിന്നെ വേറെ ഒരു കണ്ണൂർ വലിയ ഡിസ്ട്രിക്റ്റ് അല്ലേ, എവിടെയെങ്കിലും വേറെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗം നിന്നും എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് പറയാല്ലേ. യു ഷുഡ് ആക്ട് ഇമ്പാർഷ്യലി. ഒരു ആളുടെ ഈ പാർട്ടി മറ്റേ കാര്യങ്ങളൊന്നും നോക്കേണ്ട, ആ രീതിയിൽ പ്രവർത്തിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ആ പേരിൽ ആക്ഷൻ എടുക്കും, അതിലൂടെ സംശയമൊന്നുമില്ല. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ പരിപാടികൾക്ക് സമാപനമായി. ഞായറാഴ്ച ജാതീയതയിൽ നിന്നും മാനവികതയിലേക്ക് എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സെമിനാർ നടന്നു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടികളിലെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനാളിൽ സമാപിച്ചു. ഇന്ന് ആ പരിപാടിയുടെ തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പട്ടികജാതി പട്ടികവർഗ വികസനവും വിഷയം കില എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി KV ഗോവിന്ദൻ അവതരിപ്പിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ വികസന പദ്ധതികൾ വിഷയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KJ മൈക്കിൾ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PT റംല, ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മാട്ടൂൽ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക് എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. സോഷ്യലിസ്റ്റ് കിസാൻ ജനതാദൾ ഉത്തര കേരള സമരപ്രഖ്യാപന സമ്മേളനം കണ്ണൂരിൽ നടന്നു. ഇക്കോസ് കോൺഫറൻസ് ഹാളിൽ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് VV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് കിസാൻ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MP ജോയ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AK സതീഷ് ചന്ദ്രൻ, കളത്തിങ്കൽ V സുരേഷ് കുമാർ, P വേലായുധൻ, PK രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കാട്ടമ്പള്ളി നഗരത്തിന്റെ 60ാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കാട്ടമ്പള്ളി GMUP സ്കൂളിൽ DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനായി കാട്ടാമ്പള്ളി രാമചന്ദ്രനെയും ജനറൽ കൺവീനറായി P സുരേശനെയും ട്രഷററായി കടവൻ സലാം ഹാജിയെയും തെരഞ്ഞെടുത്തു. 101 പേരുടെ സംഘാടക സമിതി രൂപീകരിച്ചു. K ബാലകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, കല്ലിക്കോടൻ രാഗേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അങ്കമാലി MLA റോജി M ജോണിന് ജന്മനാടിന്റെ ഊഷ്മളമായ സ്വീകരണം. ഉദയഗിരി താബോർ ഗ്രാമത്തിലാണ് റോജിയെ സ്വീകരിക്കാൻ നാട്ടുകാർ ഒരേ മനസ്സോടെ താബോർ സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണെന്ന സിനിമാ ഡയലോഗ് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ അങ്കമാലിയിലെ MLA ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറയാൻ ഉദയഗിരി താബോർ ഗ്രാമത്തിലുള്ളവർക്ക് 100 നാവാണ്. ഉന്നത വിദ്യാഭ്യാസം ഡൽഹിയിലായിരുന്നെങ്കിലും 10ാം ക്ലാസ് വരെ ഈ മലയോര ഗ്രാമത്തിൽ തന്നെയായിരുന്നു പഠനം. വർഷങ്ങളായി പുറം നാട്ടിലാണെങ്കിലും ബാല്യകാലത്ത് താണ്ടിയ ഊടുവഴികൾ റോജിക്ക് ഇന്നും സുപരിചിതമാണ്. തനിക്ക് വിദ്യ പകർന്നു നൽകിയ ഗുരുനാഥന്മാരെയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠികളെയും സ്വീകരണ സ്ഥലത്ത് കണ്ടതോടെ പഴയകാല ഓർമ്മകൾ റോജി ചികഞ്ഞെടുത്തു. കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ കിലോമീറ്റർ സഞ്ചരിച്ച് സ്കൂളിലേക്ക് പോയതും സ്കൂൾ തലത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാനായതും മറുപടി പ്രസംഗത്തിൽ MLA അയവിറക്കി. തന്റെ മണ്ഡലമല്ലെങ്കിലും താബോറിന്റെ വികസനത്തിന് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പും അദ്ദേഹം നൽകാതിരുന്നില്ല. ജന്മനാട്ടിലെ ഒരു സ്വീകരണം
വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന, പഠിച്ചു വളർന്ന, അതുപോലെ ജീവിച്ച നാട്ടുകാരോടൊപ്പം, സഹപാഠികളോടൊപ്പം, സുഹൃത്തുക്കളുടെയൊക്കെ ഒപ്പം അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതും സ്വന്തം നാട്ടിൽ ഇത്തരത്തിലൊരു സ്വീകരണവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു ജനപ്രതി എന്ന നിലയിൽ താബോറിനെ സംബന്ധിച്ച് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും ജന്മനാട് എന്ന നിലയിൽ നമ്മൾ നല്ല നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അതിൻ്റെ വികസനത്തിനായി ഇവിടുത്തെ ജനങ്ങളുടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ഒരു സാധാരണ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്നും മുൻപോട്ടുള്ള യാത്രയിലും എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. താബോറിലെ പഴയ തലമുറയും പുതിയ തലമുറയും റോജിക്ക് ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. കോൺഗ്രസ് ബാനറിലാണ് മത്സരിച്ച് MLA ആയതെങ്കിലും നാടിന്റെ പൊന്നോമന പുത്രനെ സ്വീകരിക്കാൻ DYFI പ്രവർത്തകരും എത്തിയിരുന്നു. ഉദയഗിരിയിലെ അമ്മയുടെ തറവാട്ടിൽ നിന്നും രാവിലെ 10 മണിയോടെ ദേവാലയത്തിലെത്തിയ MLAയെ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഇടവക വികാരി ആന്റണി ചാണക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മാനുവൽ വടക്കേമുറി, KK ജോയ്, സിസ്റ്റർ മറിയ, ബാബു തുണ്ടത്തിൽ, ഷിജോ നിലക്കപ്പള്ളി, നിതിൻ ചൂരനോലിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുവജന ദിനാഘോഷവും മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്താണ് റോജി ജോൺ മടങ്ങിയത്. സീൽ ന്യൂസ്, ആലക്കോട്. ചെങ്ങളായിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ 6 പേർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. ചെങ്ങളായി ടൗണിൽ നടന്ന സ്വീകരണ സമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. CPIM-ന് ഇന്ത്യക്കകത്ത് മുഴുവൻ ഒരുപോലെ സ്വാധീനമുണ്ടെങ്കിൽ ദളിത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടില്ല എന്ന് AN ഷംസീർ MLA പറഞ്ഞു. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിലനിന്നുപോയാൽ RSS ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാമെന്നും അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേയൊരു രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും AN ഷംസീർ ചെങ്ങളായിലെ ലീഗ് പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങളുമായിട്ടാണ്. കാരണം ഇസ്ലാമും കമ്മ്യൂണിസം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇസ്ലാം പറയുന്നത് എന്താ? ഇസ്ലാം പറയുന്നത് ജോലി ചെയ്യുന്നവൻ കൂലി വിയർപ്പാറുന്നതിനേക്കാൾ മുമ്പ് കൂലി കൊടുക്കണം. ഞങ്ങൾ പറയുന്നു തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ പാടില്ല. എന്താ വ്യത്യാസം? ഇസ്ലാം പറയുന്നു സമ്പന്നർ സക്കാത്ത് കൊടുക്കണം. ഞങ്ങൾ പറയുന്നു ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അതാണ് സോഷ്യലിസം. എവിടെ നമ്മൾ ഏറ്റുമുട്ടി പോകേണ്ട കാര്യം? ഈ ഇഹലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് മുസ്ലിം മതവിശ്വാസികൾക്ക് യോജിക്കാമെങ്കിൽ, പ്രവർത്തിക്കാമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റുമായിട്ടാണ് കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രം ഖുർആനിൽ നിന്നുൾപ്പെടെ സ്വീകരിച്ച കുറെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. KSUB എംപ്ലോയീസ് ഓർഗനൈസേഷൻ STU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, തയ്യൽ തൊഴിലാളി STU ജില്ലാ കോർഡിനേറ്റർ, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കൺവീനർ, അരിമ്പ്ര CH വേദി കൺവീനർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഷാഹിദ് ചെങ്ങളായി, KMCC ഇരിക്കൂർ മണ്ഡലം പ്രവർത്തക സമിതി അംഗവും ചെങ്ങളായി ശാഖ ജോയിന്റ് സെക്രട്ടറിയുമായ അമീൻ മുങ്ങം, അരിമ്പ്ര ശാഖ അംഗങ്ങളായ അഷ്റഫ് VC, മുസ്തഫ അരിമ്പ്ര, ബഷീർ അരിമ്പ്ര, മജീദ് അരിമ്പ്ര എന്നിവരാണ് ലീഗ് ബന്ധം ഉപേക്ഷിച്ച് CPIM-ന് ഒപ്പം ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CPIM ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി PV ഗോപിനാഥ്, M വേലായുധൻ, VP മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ബാലസംഘം തളിപ്പറമ്പ് ഏരിയ സമ്മേളനം മൊറാഴ സ്റ്റംസ് കോളേജിൽ നടന്നു. പ്രശസ്ത ഗാനരചയിതാവ് AS പ്രശാന്ത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തില് ശ്രീകൃഷ്ണ ജയന്തിയിൽ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് ഐസ്ക്രീം കൊടുത്തത് വെണ്ണയാണെന്നും പറഞ്ഞ് കുട്ടികളെ തെരുവിലൂടെ നടത്തിക്കുവാനാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക്, മുതിർന്നവർക്ക് പൊതുവെ താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹികമായ മാറ്റം നമ്മുടെ കാലഘട്ടത്തിനും നമ്മുടെ രക്ഷിതാക്കൾക്കും നമ്മുടെ നാടിനുമൊക്കെ തന്നെ എങ്ങനെയോ അറിയാതെ വന്നു പോയിട്ടുണ്ട്. അത് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയോ അപജയം കൊണ്ടൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചില പ്രശ്നങ്ങൾ. മൊറാഴ സ്റ്റംസ് കോളേജിലെ PVK കടമ്പേരി നഗറിലാണ് സമ്മേളനം നടന്നത്. PV പ്രണവ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. P മുകുന്ദൻ, CN മോഹനൻ, KV രാധാകൃഷ്ണൻ,
പി ശിവശങ്കരൻ, സി ജീജ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. ബാലസംഘം മയ്യിലേരിയ സമ്മേളനം കൊളച്ചേരി AUP സ്കൂളിൽ നടന്നു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് PV സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. അതുൽ കണ്ടക്കൈ അധ്യക്ഷത വഹിച്ചു. K അനിൽകുമാർ, സ്നേഹ മോഹൻ, രതീശൻ AT, കാഞ്ചന, മിഥുൻ കട്ടോളി, VV മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിൽപ്പനയും നിരോധിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കമ്പിൽ. മാങ്ങാട് എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെയും കല്ലേശ്ശേരി കൃഷിഭവന്റെയും കൂട്ടായ്മയിൽ ക്ഷേത്രഭൂമിയിൽ നടത്തിയ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കല്ലേശ്ശേരി കൃഷി ഓഫീസർ P ലത ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന്റെ 1 ഏക്കർ ഭൂമിയിലാണ് കരനെൽ കൃഷിയും കപ്പയും നട്ട് 100 മേനി വിളവ് ലഭിച്ചത്. തുടർ കൃഷിയായി ഇനി വിവിധ ഇനം പച്ചക്കറികളും നടും. ക്ഷേത്രം പ്രസിഡന്റ് A ചന്ദ്രൻ, സെക്രട്ടറി P ദിനേശൻ, പത്മിനി, P ശശി, മാതൃസമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. സമൃദ്ധിയുടെ നിറവിൽ ചെറുകുന്ന താവത്ത് കൊയ്ത്തുത്സവം. താവം ഈഗിൾ ക്ലബിന്റെ കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുകുന്ന വടക്കേ ഭാഗം പ്രദേശത്താണ് നെൽകൃഷി നടത്തി വിജയം കൊയ്തത്. താവം ഈഗിളിന്റെ അംഗങ്ങളായ 20ഓളം യുവാക്കളും നാട്ടിലെ മുതിർന്ന കർഷകരും ചേർന്നാണ് നെൽകൃഷി നടത്തിയത്. ചെറുകുന്ന് കൃഷിഭവനും കണ്ണൂർ നെഹ്റു യുവകേന്ദ്രയും യുവാക്കൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി. പ്രത്യുഷ, ജയ എന്നീ നെൽവിത്തുകൾ സൗജന്യമായി നൽകിയത് ചെറുകുന്ന് കൃഷിഭവനാണ്. താവം വടക്കേ ഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തിക്കൊണ്ട് മാതൃകയായിട്ടുള്ള ഈഗിൾ സ്പോർട്സ് ക്ലബ്ബ് കാർഷിക രംഗത്തും വളരെ മാതൃകപരമായൊരു ഇടപെടലാണ് നെൽകൃഷിയിലൂടെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് കാട്ടിത്തന്നിട്ടുള്ളത്. മറ്റ് യുവജനങ്ങൾക്കും യുവജന സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും മാതൃകയാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ജില്ലയിലാകെ തന്നെ വ്യാപിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കും. ഇത്രയും ചെറുപ്പക്കാർ ഈ രംഗത്ത് വരിക എന്നുള്ളത് ഞാൻ ഈ ചെറുകുന്ന് പഞ്ചായത്തിൻ്റെ അഭിമാനമായി കണക്കാക്കുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഹസൻ കുഞ്ഞു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന് കൃഷി ഓഫീസർ K രാഖി, അശ്വിൻ IV, ശ്രീരൂപ് PK, K രാജേഷ്, ലതീഷ് KV, T ഷിനു, സന്തോഷ് PP, അനിൽകുമാർ, E പ്രജിത്ത്, വൈശാഖ് KV എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. നിർദ്ദിഷ്ട മലയോര ഹൈവേക്ക് സ്ഥലം വിട്ടു നൽകുന്നവരുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടി ആരംഭിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിട്ടു നൽകുന്ന സ്ഥലം അളന്ന് രജിസ്റ്റർ തയ്യാറാക്കുന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പൊതു ആവശ്യങ്ങൾക്ക് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലടക്കം ഇളവുകളുണ്ട്. സ്ഥലം വിട്ടു നൽകുന്നവർ ഭാവിയിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ റോഡരികിൽ നിന്ന് പാലിക്കേണ്ട ദൂരപരിധിയിലാണ് ഇളവ് ലഭിക്കുക. ഇതിനായാണ് സ്ഥലം വിട്ടു നൽകുന്നവരുടെ ആധാർ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തി രജിസ്റ്ററുകൾ തയ്യാറാക്കുന്നത്. നടുവിൽ താഴത്ത് കവല മുതൽ കഴിഞ്ഞ ദിവസം അളവ് ആരംഭിച്ചു. സീൽ ന്യൂസ്, നടുവിൽ. സംസ്ഥാന സ്കൂൾ ഉത്തരമേഖല ഗെയിംസിന് കണ്ണൂരിൽ സമാപനം. ഗെയിംസിനോടനുബന്ധിച്ച് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും സംസ്ഥാന ടീം തെരഞ്ഞെടുപ്പും നടക്കും. കണ്ണൂരിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായാണ് നോർത്ത് സോൺ സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ നടന്നത്. 4000-ഓളം കായിക താരങ്ങളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിലെ കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അണ്ടർ 17, 19 ആൺപെൺ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. ഫുട്ബോൾ കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിലും, ബാസ്കറ്റ്ബോളും വോളിബോളും കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, കൊക്കോ, ഹാൻഡ്ബോൾ, ബാഡ്മിന്റൺ എന്നീ മത്സരങ്ങൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും, ഹോക്കി മത്സരങ്ങൾ കളക്ട്രേറ്റ് മൈതാനിയിലുമാണ് നടന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. യുവാക്കളുടെ ആരോഗ്യവും മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടി നിർമ്മിച്ച ഷട്ടിൽ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. ചക്കരക്കൽ SI P ബിജുവാണ് ഉദ്ഘാടനം ചെയ്തത്. യുവാക്കളിൽ ആരോഗ്യവും മാനസികവുമായ ഉല്ലാസം പ്രദാനം ചെയ്യുകയും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി ചക്കരക്കൽ SI P ബിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വില്ലേജ് ഓഫീസ് ഗ്രൗണ്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചത്. കച്ചേരിപ്പറമ്പ് യൂണിവേഴ്സൽ ക്ലബ്ബാണ് കോർട്ട് നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് EK അജിത് കുമാർ, മഠത്തിൽ രാജു, അജിത്ത്, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. കണ്ണൂർ ജില്ലാ ചെറുകിട റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആലക്കോട് നടന്നു. വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോയ് കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോൺ തെക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യുവ കർഷകൻ രഞ്ജിത്ത് മാത്യു ചാണക്കാട്ടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് ഏത്തക്കാട്ട്, MV ശിവദാസൻ, KC ജോസഫ്, റോയ് പുളിക്കൽ, ബെന്നി കരൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാണിജ്യ നികുതിയുമായി ബന്ധപ്പെട്ട പഠന ക്ലാസും നടന്നു. സീൽ ന്യൂസ്, ആലക്കോട്. വ്യാപാര സ്ഥാപനങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും ബക്കറ്റ് പിരിവുമായി എത്തുന്ന രാഷ്ട്രീയക്കാരെ നാം കാണാറുണ്ട്.
എന്നാൽ യുവാവിന്റെ വൃക്ക മാറ്റിവെക്കാൻ പണം കണ്ടെത്തുന്നതിനായാണ് ആലക്കോട് ടൗണിൽ ഒരു കൂട്ടം യുവാക്കൾ നിരത്തിലിറങ്ങിയത്. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന റോഡിൽ ബക്കറ്റ് പിരിവുമായി ഒരു കൂട്ടം യുവാക്കൾ എത്തിയത് ആദ്യമൊന്നും യാത്രക്കാർക്ക് അത്ര രസിച്ചില്ല. പിരിവിന്റെ സതുദ്ദേശം മനസ്സിലാക്കിയതോടെ യുവാക്കൾക്കൊപ്പം യാത്രക്കാരിൽ ചിലരും പിരിക്കാനിറങ്ങി. ഇരുവൃക്കകളും തകരാറിലായ രേരും നെടുവോട് സ്വദേശി കാട്ടിരകത്ത് അഷ്റഫിന്റെ ചികിത്സയ്ക്കായാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യുവാക്കളുടെ പ്രവർത്തനം. നിർധന കുടുംബമാണ് അഷ്റഫിൻ്റേത്. വൃദ്ധയായ മാതാവിനും ബധിരനും മൂകനുമായ സഹോദരനുമൊപ്പമാണ് ഭാര്യയും 2 വയസ്സുള്ള പെൺകുഞ്ഞുമടക്കം അഷ്റഫ് കഴിയുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന അഷ്റഫിന് അസുഖം ബാധിച്ചതോടെ ഏറെ ദുരിതത്തിലാണ് ഈ കുടുംബം. ഇവരുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് ചില സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ കളക്ഷൻ അഷ്റഫിന്റെ ചികിത്സയ്ക്കായി നൽകിയിരുന്നു. വൃക്ക മാറ്റിവെക്കാൻ ഇനിയും 3 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. രാവിലെ 6 മണിയോടെ ആലക്കോടെത്തിയ സംഘം ഇതുവഴി കടന്നുപോയ മുഴുവൻ ബസ്സുകളിലും കയറിയിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും 1,10,000 രൂപ ബക്കറ്റിൽ വീണ ചാരിതാർത്ഥ്യത്തിലാണ് ഇവർ നിരത്തൊഴിഞ്ഞത്. ചുട്ടുപൊള്ളുന്ന ചൂട് വകവെക്കാതെ നട്ടുച്ചയ്ക്കും നിരത്തുകളിലും സജീവമായ ഈ യുവാക്കളുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ ജനശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. സീൽ ന്യൂസ്, ആലക്കോട്. മൊറാഴ പണ്ണേരി പാടശേഖരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ നവീകരിച്ച മൊറാഴ അതികുളം നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ ജെയിംസ് മാത്യു MLA ആണ് കുളം നാടിനായി സമർപ്പിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം. ലോകത്തെ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ പോലും അവർക്ക് ഏറ്റവും ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ട് കുടിവെള്ളത്തെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് നിയോജകമണ്ഡലം MLA ജെയിംസ് മാത്യുവിന്റെ 2013-14 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 73 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മൊറാഴ അതികുളത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. മൊറാഴ മുതൽ പണ്ണേരി വരെയുള്ള വിശാലമായ പാടശേഖരത്തിന് ജലസേചന സൗകര്യം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമള അധ്യക്ഷത വഹിച്ചു. P സുഹാസിനെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV ബാബുരാജ്, PP ഉഷ, A പ്രിയ, S രാജൻ, OC പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ മേഖലാ സമ്മേളനം കണ്ണൂരിൽ AIDEA ഹാളിൽ നടന്നു. ദേശീയ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് C ഉമേശൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി VM അജിത്, R ചന്ദ്രശേഖരൻ, PK പ്രവീൺ, MU സുരേന്ദ്രൻ, GV ശരത് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള പ്രൈവറ്റ് മെഡിക്കൽസ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വടക്കൻ മേഖല നേതൃപഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ INA ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പലോളി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യതല പ്രവർത്തനങ്ങളും സംഘടനയുടെ ആഭ്യന്തര തലത്തിലുള്ള പ്രവർത്തനങ്ങളും എത്രമാത്രം ഊർജിതമാക്കി ചലനാത്മകമാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ആ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും. സംസ്ഥാന പ്രസിഡന്റ് K ബാബു അധ്യക്ഷത വഹിച്ചു. P പ്രശാന്ത് ക്ലാസിന് നേതൃത്വം നൽകി. KS ഷാജു, അസ്ലം മിനോവ, KP അമൃത എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. മുണ്ടേരി രാജീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കാനച്ചേരിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ PSC കോച്ചിംഗ് ക്ലാസിന് തുടക്കമായി. മുൻ PSC മെമ്പർ KN മോഹനൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് സർക്കാർ ജോലി കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്ലാസ് നടത്തുന്നത്. ട്രസ്റ്റ് ചെയർമാൻ കുന്നത്ത് രാജീവൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗംഗാധരൻ, സുധീഷ് മുണ്ടേരി, PC ഹാരിസ്, EP രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. സീൽ ന്യൂസ്, മുണ്ടേരി. മാങ്ങാട് മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദർശ പ്രഭാഷണം സംഘടിപ്പിച്ചു. അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പേരിയും മുഖ്യപ്രഭാഷണം നടത്തി. മർസൂഖ് സാദി പാപ്പിനിശ്ശേരി അധ്യക്ഷത വഹിച്ചു. PK അബൂബക്കർ മൗലവി, K നാസർ, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നിരവധി പേരാണ് പ്രഭാഷണം കേൾക്കാനായി എത്തിയത്. സീൽ ന്യൂസ്, ധർമ്മശാല. ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായി ചെറുകുന്ന BBC ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പൂങ്കാവിൽ സംഘടിപ്പിച്ചു. ചെറുകുന്ന പൂങ്കാവ് മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളുടെ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ
സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയാണ് BBC-യുടെ പ്രവർത്തനം. പൂങ്കാവിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മാക്സ് മെഡിക്കൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, നേത്രപരിശോധന, ആസ്മ, ശ്വാസകോശ രോഗനിർണയം എന്നിവയും നടന്നു. ഐ ട്രസ്റ്റ് ഐ കെയർ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നേത്രപരിശോധന നടന്നത്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു. BBC ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംഘാടകർ അത് വളരെ ശാഖനീയമായ 1-2 പരിപാടികളിൽ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഒരു മൂന്നാമത്തെ ഒരു ദൗത്യമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്താറുള്ളത്. ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് സംബന്ധിച്ചിടത്തോളം ഇത് ഏകദേശം നല്ല വിജയമാണെന്നാണ് പൊതുവെ ഇവിടെ വന്ന ആൾക്കാരും ഡോക്ടർമാരും സ്റ്റാഫ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് അടുത്ത് ക്യാൻസർ അതുപോലുള്ള പ്രധാന രോഗങ്ങളുടെ ഒരു ക്യാമ്പും കൂടി നടത്താനുള്ള, കിഡ്നി, ഹാർട്ട്, ക്യാൻസർ പോലുള്ള ചില പരിപാടിയൊക്കെ നടത്താനുള്ള ആഗ്രഹം ഈ സംഘടനക്കുണ്ട്. EKP കുഞ്ഞഹമ്മദ്, സുബൈർ എം, ഫാറൂഖ് മൗലവി, PKP ഇസ്മയിൽ, വി നിഷാദ്, മുജീബ് റഹ്മാൻ എം, PP അസീം, M ഷാഫി, ഹാഫിസ് എം, ജംഷീർ എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് 3ാം മുറ അവസാനിപ്പിക്കണമെന്നും ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നുമുള്ള സർക്കാരിന്റെ ഉത്തരവിനെതിരെ ചിലർ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇത് വച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ KAP 4ാം ബറ്റാലിയനിൽ ഫ്ളാഗിംഗ് ഔട്ട് പരേഡ് പരിശീലനം പൂർത്തിയാക്കിയത് 283 പേർ. ശ്രീനാരായണ ഗുരു ഇല്ലാതാക്കിയ അന്ധത്വം തിരിച്ചു കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടവർ അന്ധകാര ശക്തികളുടെ സഖ്യകക്ഷികളാകുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു ശ്രമിച്ചത് കീഴ്ത്തട്ടിലുള്ളവരെ രക്ഷിച്ചെടുക്കാനാണെന്നും എന്നാൽ ഈ ശക്തികൾ ശ്രമിക്കുന്നത് അവരെ അതേ ദുരന്തത്തിലേക്ക് തള്ളിയിടാനെന്നും പിണറായി വിജയൻ. കണ്ണൂരിൽ സമാധാന ചർച്ചയ്ക്കായി RSSന്റെ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ എന്നും സമാധാന ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ RSSനോട് നിർദ്ദേശിക്കട്ടെ എന്നും കോടിയേരി ബാലകൃഷ്ണൻ. ജില്ലയിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളും പൂർണ്ണമായി തടയാൻ പോലീസിനാകില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അക്രമം നടത്തിയാൽ ആരായാലും രാഷ്ട്രീയവും സ്ഥാനമാനങ്ങളും നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും DGP. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.